ആവർത്തന പുസ്തകം അദ്ധ്യായം 1. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. സൂഫിനെതിരെ പാരാനും തോഫേലിനും ലാബാനും ഹസേരോത്തിനും ദിസഹാബിനും നടുവേ യോർദാനക്കരെ മരുഭൂമിയിൽ ആരാബയിൽ വച്ച് മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞത്, സേയീർ പർവ്വതം വഴിയായി ഹോറേബിൽ നിന്ന് റിക്കെത്ഹായിലേക്ക് 11 ദിവസത്തെ വഴി ഉണ്ട്. 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് ദൈവം അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെ എല്ലാം പറഞ്ഞു. ഹേശ്ബോനിൽ പാർത്തിരുന്ന അമോരു രാജാവായ സീഹോനെയും അസ്താരോത്തിൽ പാർത്തിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും യദ്രയിൽ വച്ച് സംഹരിച്ച ശേഷം യോർദാനക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ ന്യായപ്രമാണം വിവരിച്ചു. മോശ വിവരിച്ചു തുടങ്ങി, ഹോറേബിൽ വച്ച് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ താമസിച്ചത് മതി. തിരിഞ്ഞ് യാത്ര ചെയ്ത് അമോര്യരുടെ മലനാട്ടിലേക്കും അതിൻ്റെ അയൽപ്രദേശങ്ങളായ അരാബ, മലനാട്, താഴ്വീതി, ദക്ഷിണദേശം, കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യദേശത്തേക്ക്, ലെബാനോനിലേക്കും യൂഫ്രട്ടീസ് എന്ന മഹാനദി വരെയും പോകുവിൻ. ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിങ്ങൾ കടന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്തു ദേശത്തെ കൈവശമാക്കുവിൻ. അക്കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, എനിക്ക് ഏകനായി നിങ്ങളെ നയിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതാ നിങ്ങൾ ഇന്ന് ബാഹുല്യത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ സമം ഇരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും 1000 ഇരട്ടിയാക്കി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഏകനായി നിങ്ങളുടെ ദേശവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവഹാരങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ? അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ളവരെ തിരഞ്ഞെടുപ്പിൻ. അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കാം. അതിന് നിങ്ങൾ എന്നോട്, അങ്ങ് പറഞ്ഞ കാര്യം നല്ലതു തന്നെ എന്ന് പറഞ്ഞു. ആകയാൽ ഞാൻ നിങ്ങളുടെ ഗോത്രത്തലവന്മാരായി ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള 1000 പേർക്ക് അധിപന്മാർ, 100 പേർക്ക് അധിപന്മാർ, 50 പേർക്ക് അധിപന്മാർ, 10 പേർക്ക് അധിപന്മാർ, ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിശ്ചയിച്ചു. അന്ന് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് കൽപ്പിച്ചു, നിങ്ങളുടെ സഹോദരന്മാർ തമ്മിലുള്ള കാര്യങ്ങൾ കേട്ടു ആർക്കെങ്കിലും സഹോദരനോടോ പരദേശിയോടോ വല്ല തർക്കവും ഉണ്ടായാൽ
അതിനെ നീതിയോടെ വിധിപ്പിൻ. ന്യായവിസ്താരത്തിൽ മുഖപക്ഷമില്ലാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്, ന്യായവിധി ദൈവത്തിനുള്ളതാകുന്നു. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരണം, അത് ഞാൻ തീരുമാനിച്ചു കൊള്ളാം. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ അക്കാലത്ത് നിങ്ങളോട് കൽപ്പിച്ചു. പിന്നെ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോറേബിൽ നിന്ന് പുറപ്പെട്ടു. നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമോര്യരുടെ മലനാട്ടിലേക്ക് വഴി സഞ്ചരിച്ചു. റിക്കേം ദുഗായയിൽ എത്തി. അപ്പോൾ ഞാൻ നിങ്ങളോട്, നമ്മളുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാ നിന്റെ ദൈവമായ കർത്താവ് ആ ദേശം നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിച്ചതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക. ഭയപ്പെടരുത്, അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്തു വന്നു. നാം ചില ആളുകളെ മുൻകൂട്ടി അയക്കുക. അവർ ദേശം ഉറ്റുനോക്കിയിട്ട് നാം ചെല്ലേണ്ട വഴി, പോകേണ്ട പട്ടണങ്ങളെയും സംബന്ധിച്ച് വിവരം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു. ആ വാക്ക് എനിക്ക് ബോധിച്ചു. ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം 12 പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അവർ പുറപ്പെട്ടു പർവ്വതത്തിൽ കയറി എസ്കോൽ താഴ്വര വരെ ചെന്നു. ദേശം ഉറ്റുനോക്കി ദേശത്തിലെ ചില ഫലവർഗങ്ങൾ അവർ കൈവശമാക്കി കൊണ്ട് നമ്മുടെ അടുക്കൽ വന്നു വിവരങ്ങൾ അറിയിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ദേശം നല്ലതെന്ന് അവർ പറഞ്ഞു. എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾ മനസ്സാകാതെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. നിങ്ങൾ കൂടാരത്തിലിരുന്ന് ഇങ്ങനെ വെറുത്തു. ദൈവം നമ്മെ വെറുക്കുന്നത് കൊണ്ട് നമ്മെ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് നശിപ്പിക്കുവാൻ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. എവിടേക്കാകുന്നു നാം പോകുന്നത്? ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായരും ആകുന്നു. പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന കോട്ടകളുമാകുന്നു. ഞങ്ങൾ അവിടെ മല്ലന്മാരെയും കണ്ടു എന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം തകർത്തു. അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുതേ, അവരെ ഭയപ്പെടുകയും അരുതേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ കാണുകെ അവൻ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ട വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുൻപായി നടന്ന
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിശ്വസിച്ചില്ല. ആകയാൽ ദൈവം നിങ്ങളുടെ വാക്ക് കേട്ട് കോപിച്ചു. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ട തലമുറയിലെ ആരും കാണുകയില്ല. യെഫൂന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ട് അവനും അവൻ്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു. നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ചു. താൻ പറഞ്ഞു, നീയും അവിടെ ചെല്ലുകയില്ല. നിന്റെ ശുശ്രൂഷകനായ നൂന്റെ മകൻ യോശുവ അവിടെ എത്തും. അവനെ ധൈര്യപ്പെടുത്തുക. അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത്. കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയുവാൻ പ്രായമാകാത്ത നിങ്ങളുടെ മക്കളും അവിടെ എത്തും. അവർക്ക് ഞാൻ അത് കൊടുക്കും. അവർ അത് കൈവശമാക്കും. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവിൻ. അതിന് നിങ്ങൾ എന്നോട്, ഞങ്ങൾ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എല്ലാം ഞങ്ങൾ പോയി യുദ്ധം ചെയ്യും എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ യുദ്ധായുധം ധരിച്ച് പർവ്വതങ്ങളിൽ കയറുവാനൊരുങ്ങി. എന്നാൽ കർത്താവ് എന്നോട്, നിങ്ങൾ പോകരുത്, യുദ്ധം ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇല്ല, ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകും എന്ന് അവരോട് പറയുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ നിങ്ങൾ അനുസരിക്കാതെ കർത്തൃകൽപ്പന ധിക്കരിച്ച് അഹംഭാവത്തോടെ പർവ്വതത്തിൽ കയറി. ആ പർവ്വതത്തിൽ വസിച്ചിരുന്ന അമോര്യർ നിങ്ങളുടെ നേരെ വന്ന് തേനീച്ച പോലെ നിങ്ങളെ പിന്തുടർന്നു. സേയീരിൽ ഹോർമാ വരെ ചിതറിച്ചു. നിങ്ങൾ മടങ്ങി വന്ന് കർത്തൃസന്നിധിയിൽ വിലപിച്ചു. എന്നാൽ കർത്താവ് നിങ്ങളുടെ നിലവിളി കേട്ടില്ല, നിങ്ങളുടെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. അങ്ങനെ നിങ്ങൾ റിക്കേമിൽ ദീർഘകാലം താമസിക്കേണ്ടി വന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.